പി ശ്രീധരനാഭൻ താങ്കൾ 77 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ കിട്ടിയ കണക്ക് എത്രയാണെന്ന് പറയുകയായിരുന്നു അവിടുത്തെ മുൻ MLA-യും ഇപ്പോഴത്തെ ജനപ്രതിനിധിയും. എല്ലാ കണക്കും ഇതുപോലെയാണെന്നേ. ഇപ്പോൾ അർഹതപ്പെട്ട എന്താണ് കടമെടുക്കാനുള്ള പരിധിക്ക് വേണ്ടി സുപ്രീം കോടതിയിലേക്ക് വേണ്ടി പോകേണ്ടി വരുന്ന കേരളത്തിന് നമ്മൾ ചോദിക്കുന്ന 620 കോടി അങ്ങ് തരുമെന്നാണോ കേന്ദ്രം? ഒന്നും കൊടുക്കില്ല. അല്ല, ഞാൻ പറയട്ടെ 77 കോടി രൂപ പ്രോജക്റ്റ് എലിഫന്റ് കാട്ടിൽ കൃത്രിമ ജലാശയങ്ങൾ നിർമ്മിക്കാനും നീർച്ചാലുകൾ നിർമ്മിക്കാനും 77 കോടി രൂപ പ്രോജക്റ്റ് എലിഫന്റിന് കൊടുത്തിട്ടുണ്ട്. അത് ജില്ലയ്ക്ക് കൊടുത്തതല്ല. അതിൽ 44 കോടി രൂപ കേരള സർക്കാർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. 44 കോടി രൂപ കേരളം യൂട്ടിലൈസ് ചെയ്ത് കേരളം തന്നെ സമ്മതിച്ചതാണത്. 77 കോടി രൂപ പ്രോജക്റ്റ് എലിഫന്റിനാണ് കൊടുത്തത്, ജില്ലയ്ക്ക് കൊടുത്തതല്ല. ഞാനിത് നുണ പറയുന്നല്ല, എൻ്റെ മൊബൈലിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അത് എടുത്ത് വായിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഇത് കറക്റ്റാണിത്. ഇതൊക്കെ കൃത്യം ജില്ലയ്ക്ക് കൊടുത്ത പൈസയല്ല, ഒരു പദ്ധതിക്ക് കൊടുത്ത പൈസയാണ് പ്രോജക്റ്റ് എലിഫന്റിന്. ഇങ്ങനെയാണ് ഇപ്പോൾ കേന്ദ്രം പൈസ കൊടുക്കുക. പിന്നെ നിങ്ങൾ സാന്ദർഭികമായി പറഞ്ഞു സുപ്രീം കോടതി പോയിട്ട് എന്തായി? കേന്ദ്രം പണ്ടേ എടുത്തോളാൻ പറഞ്ഞ പൈസ അപ്പോൾ എടുക്കാൻ പറഞ്ഞത്. 57,000 കോടി രൂപ എവിടെ പോയി? 57,000 കോടി കിട്ടാണ്ട് പറഞ്ഞല്ലേ സുപ്രീം കോടതി പോയത്? എവിടെ 57,000 കോടി രൂപ? 13,608 കോടി രൂപ കടമെടുക്കാമെന്ന് കേന്ദ്രം പറഞ്ഞത് അവരുടെ കൗണ്ടർ അഫിഡവിറ്റിൽ. അതാണ് ഇപ്പോൾ കിട്ടിയത്. അതൊന്നും പറയണ്ട. ഓക്കെ, സി കെ അതിനോട് ചുരുങ്ങിയ വാക്കുകൾ മറുപടി ഉണ്ടോ ഈ പറഞ്ഞ 77 ലക്ഷത്തിന് കണക്കിന്? ഹലോ, സി കെ സുരേന്ദ്രൻ അതിനോട് ചുരുങ്ങിയ വാക്കുകൾ മറുപടി ഉണ്ടോ 77 ലക്ഷത്തിന് കണക്കിന്? ഹലോ, ഈ അദ്ദേഹം പറയുന്ന കണക്കുകൾ ശരിയല്ല. ഞാൻ കണക്കുകളാണല്ലോ പറയുന്നത്. പ്രോജക്റ്റ് എലിഫന്റ് പ്രോജക്റ്റിനകത്തും ഈ നേരത്തെ പറഞ്ഞ 8 പദ്ധതികളിലായിട്ട് ഈ വർഷം നമുക്ക് അനുവദിച്ചിരിക്കുന്നത് 12.73 കോടി രൂപയാണ്. BJP സർക്കാർ വന്ന കാലം തൊട്ടുള്ള കണക്കാണോ അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ചത് കേരളത്തിന് അനുവദിച്ച കണക്കാണ്, വയനാട്ടിൽ അനുവദിച്ച കണക്കൊന്നുമല്ല. അത് കേരളത്തിന് അനുവദിച്ചത്. കേരളത്തിന് 8 സ്കീമുകളായിട്ട് കേരളത്തിന് അതിൽ 80 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത്. അതിൽ 12 ലക്ഷം രൂപയാണ് വയനാടിന് കിട്ടിയിരിക്കുന്നത്. കേന്ദ്രം കേരളത്തോട് എപ്പോഴും ഒരു രാഷ്ട്രീയ വിവേചനം കാണിച്ചുകൊണ്ടല്ലേ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് വേറെ കാര്യം, അത് ചർച്ച ചെയ്യാനല്ല ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നമ്മുടെയൊക്കെ ആവശ്യം വന്യമൃഗ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടുകയല്ലേ. കേന്ദ്രം പൈസ തരാൻ വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കുന്നതും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ? അതെന്താ BJPയുടെ പ്രതിനിധി മനസ്സിലാക്കാത്തത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു കേസ് ഉണ്ടായോ? അത് വേറെ വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇത് കേന്ദ്ര നിയമത്തിനകത്ത് മാറ്റം വരുത്തുകയല്ലാതെ എളുപ്പ വഴികളും കുറുക്കു വഴികളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് മാറ്റം വരുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയണം. ഞങ്ങളുടെ അഭിപ്രായം, കാട്ടിനുള്ളിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന ഏത് മൃഗത്തെയും പിടികൂടാനുള്ള നിയമം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം. ക്യാമറ വെച്ചിട്ടും ട്രാപ്പ് ചെയ്തിട്ടും തിരിച്ചറിഞ്ഞിട്ടും നിങ്ങൾ തന്നെ സൂചിപ്പിച്ച പോലെ ജാതകം നോക്കിയിട്ടൊക്കെ ചെയ്യാൻ കഴിഞ്ഞാലുണ്ടാകുന്ന പ്രയാസം, ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും, കൃഷി നഷ്ടപ്പെടും. ആളുകൾ കൃഷി ചെയ്യാതെ വയനാട് വിട്ടു പോവുകയാണ്, അല്ലെങ്കിൽ മലയോര ജില്ലകൾ, വയനാട് മാത്രം പറയണ്ട, മലയോര മേഖല വിട്ടു പോവുകയാണ്. ഇതിലൊരു പുതിയ നിയമം ഉണ്ടാകണം. ആ നിയമത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം കൂടി യോജിച്ച് നിൽക്കേണ്ടത്. രാഷ്ട്രീയ അങ്ങോട്ടും കൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര പറഞ്ഞാലും ദുരിതം ചെറുതല്ല, രാഷ്ട്രീയ സമരങ്ങളൊക്കെ നടക്കട്ടെ. പക്ഷേ സി കെ സുരേന്ദ്രൻ പറയുന്നത് പോലെ അതൊരു ഐക്യം ഉണ്ടാകണം. ആ ഐക്യം എന്തിനു വേണ്ടിയാണ്? അത് മലയോര മേഖലയിലൂടെ ജനതയുടെ ജീവൻ രക്ഷിക്കാനാണ് ഐക്യം ഉണ്ടാവട്ടെ. ഇനി ഒരു ജീവൻ, ഒരു ചോര അവിടെ വീഴാതിരിക്കട്ടെ.